ഓരോ നിറങ്ങൾക്കും നമ്മുടെ മൂഡിനെയും വികാരങ്ങളെയും സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. മുഖം മനസ്സിന്റെ കണ്ണാടിയെന്ന് പറയും പോലെ നിറങ്ങൾക്ക് മനസ്സിന്റെ വികാരങ്ങളെ ഉണർത്താനാവും. അതിനാൽ നിത്യജീവിതത്തിലും ബ്രാൻഡിങ്ങിലുമെല്ലാം നിറങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. മൾട്ടിനാഷണൽ കമ്പനികൾ അവരുടെ ബ്രാൻഡിങ്ങിനായി നിറങ്ങൾ ഉപയോഗിക്കുന്നത് അവയ്ക്ക് മനുഷ്യ മനസ്സിനെ ട്രിഗർ ചെയ്യാനും സ്വാധീനിക്കാനും കഴിവുള്ളതുകൊണ്ടാണ്. ഓരോ നിറങ്ങളും പോസിറ്റീവായതോ നെഗറ്റീവായതോ ആയ വികാരങ്ങൾ നമുക്ക് തരുന്നു. എല്ലാ നിറത്തിലും ശരിയായതും തെറ്റായതും ഉണ്ടാകും. തെറ്റായ ഷെയ്ഡാണ് അല്ലെങ്കിൽ സാഹചര്യത്തിന് അനുസൃതമല്ലാത്ത ഷെയ്ഡാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് നമ്മളെ നെഗറ്റീവായി ബാധിക്കും. ഫിയർ, അപകടം, ഡിപ്രഷൻ പോലുള്ള മനോവികാരങ്ങൾക്ക് കാരണമാകാം. നിറങ്ങളെക്കുറിച്ചും അതിന് പിന്നിലെ മനഃശാസ്ത്രത്തെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് കുറെ കൂടി ചൂസിയായിരിക്കാൻ പറ്റും. വെളുപ്പ് ആത്മീയത, നന്മ, സൗന്ദര്യം, നിഷ്കളങ്കത, ലാളിത്യം എന്നിവയുടെ നിറമാണ് വെളുപ്പ്. ഈ നിറം ഏറെ പോസിറ്റിവിറ്റിയും ഫ്രഷ്നെസ്സും നൽകുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം വിവാഹവസ്ത്രമായി വെള്ളയാണ് ഉപയോഗിക്കാറുള്ളത്. ഈ നിറം നിഷ്കളങ്കതയുടെയും പരിശുദ്ധിയുടെയും ഒക്കെ പ്രതീകമായതുകൊണ്ടാണത്. എല്ലാ അവസരങ്ങളിലും വെള്ള നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ചുവപ്പ് എന്നത് വികാരങ്ങൾ ഉണർത്താൻ കഴിയുന്ന നിറമാണിത്. അതുകൊണ്ടാണ് പല ഉൽപ്പന്നങ്ങളുടെയും ബ്രാൻഡിങ്ങിൽ ഈ നിറം ഉപയോഗിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിന്റെയൊക്കെ ബ്രാൻഡിംഗ് ശ്രദ്ധിച്ചിട്ടില്ലേ? ചുവപ്പ് എന്നത് ശക്തിയുടെയും ആരോഗ്യത്തിന്റെയും ഓജസ്സിന്റെയും നിറമാണ്. ഈ നിറം തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ വളരെ പ്രസന്നരും ഉണർവുള്ളവരും ഊർജ്ജസ്വലരുമായിരിക്കും. ദേഷ്യം, പ്രകോപനം എന്നിവയാണ് ഇതിന്റെ നെഗറ്റീവ് വശങ്ങൾ. ചുവപ്പിനൊരു അർജൻസി സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്. നീല എന്നത് ശാന്തത, സുരക്ഷ, സത്യസന്ധത, സാമർത്ഥ്യം, വിശ്വാസ്യത, ആത്മനിയന്ത്രണം എന്നിവയുടെ നിറമാണ്. ആരോഗ്യ പ്രശ്നമുള്ളവരും അഗ്രസീവായതുമായ ആളുകൾ ഉള്ളിടത്ത് നീലയുടെ ഷെയ്ഡുകളോ ഉപയോഗിക്കുന്നത് നല്ലതാണ്. വികാരത്തെ കൂളാക്കുന്ന നിറമാണിത്. ഫേസ്ബുക്ക്, സാംസങ് എന്നിവയുടെ പരസ്യത്തിലൊക്കെ കണ്ടിട്ടില്ലേ? അവർ നീല നിറമാണ് ഉപയോഗിക്കുന്നത്. മഞ്ഞ എനർജിയാണ്. മഞ്ഞ സൗഹൃദം, പോസിറ്റിവിറ്റി, ഹാപ്പിനെസ് എന്നിവ പ്രകടിപ്പിക്കുന്ന നിറമാണിത്. നമ്മൾ ഉപയോഗിക്കുന്ന ഇമോജികൾ മിക്കതും മഞ്ഞ നിറത്തിലുള്ളതാണ്. ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ മഞ്ഞ നിറമുള്ള വസ്ത്രവും മറ്റും ഉപയോഗിക്കുന്നത് സന്തോഷം തിരികെ കൊണ്ടുവരാൻ സഹായിക്കും. പച്ച ബാലൻസ്, പക്വത, സമൃദ്ധി, ഭാഗ്യം, വളർച്ച, ഉന്നമനം ഇതൊക്കെ പച്ചയിൽ വരുന്നു. എക്കോ ഫ്രണ്ട്ലി ആണ് ഈ നിറം. ജീവിതത്തിൽ സമൃദ്ധി ആഗ്രഹിക്കുന്നവർ എപ്പോഴും പച്ച തിരഞ്ഞെടുക്കും. നല്ല ആരോഗ്യവുമായും പ്രകൃതിയുമായി കണക്ട് ചെയ്യുന്ന കളറാണ് ഗ്രീൻ. ഓറഞ്ച് ആക്ടിവിറ്റി, കോൺഫിഡൻസ്, ക്രിയേറ്റിവിറ്റി, എക്സൈറ്റ്മെന്റ്, ശുഭാപ്തി വിശ്വാസം എന്നിവയാണ് ഓറഞ്ച് പ്രതിഫലിപ്പിക്കുന്നത്. ഓറഞ്ച് ആത്മീയതയുടെ നിറമാണെന്നും പറയാറുണ്ട്. ആത്മീയ ജീവിതം ഇഷ്ടപ്പെടുന്ന ആളുകൾ ഓറഞ്ച് വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടിട്ടില്ലേ? കറുപ്പ് എപ്പോഴും എലഗന്റ് ആൻഡ് ക്ലാസിയാണ്. പഴയ ആളുകൾ കറുപ്പത്ര നല്ലതല്ല എന്ന് പറയാറുണ്ട്. എന്നാൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ കറുപ്പിന് ക്ലാസി ലുക്കാണ് വിവക്ഷിക്കുന്നത്. ആപ്പിൾ പോലുള്ള വലിയ കമ്പനികൾ കറുപ്പ് തിരഞ്ഞെടുക്കാറുണ്ട്. മിസ്റ്ററി, ലക്ഷറി, പവർ ഒക്കെ പ്രതിഫലിപ്പിക്കുന്ന നിറമാണിത്. പേർപ്പിൾ ആംബിഷന്റെയും ക്രിയേറ്റിവിറ്റിയുടെയും കളറാണിത്. ആത്മീയത, വിജയം, സമ്പത്ത് എല്ലാം പേർപ്പിൾ കളറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. സമ്പത്ത് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ നിറത്തിന്റെ വ്യത്യസ്ത ഷെയ്ഡുകളാണ് ഉപയോഗിക്കാറുള്ളത്. പിങ്ക് സ്നേഹത്തിന്റെയും അടുപ്പത്തിന്റെയും നിറമാണിത്. എഫെക്ഷൻ, കമ്പാരിസൺ, കമ്പാഷൻ, ഫെമിനൈൻ ഹെൽത്ത്, റൊമാൻസ് ആൻഡ് സോഫ്റ്റ്നെസ് എല്ലാം ഈ നിറം പ്രതിഫലിപ്പിക്കുന്നു.